വന്ന BJP ഭരണസമിതി ഇത്രയും 5 മാസം ആകുമ്പോൾ കാര്യമായി ഒന്നും അനങ്ങുന്നില്ലെന്നൊരു ആക്ഷേപം എന്റെ ആക്ഷേപമല്ല, നിങ്ങൾക്ക് എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെ ഒരു ആക്ഷേപമുണ്ട്. കാര്യമായിട്ട് അനങ്ങുന്നതുകൊണ്ടാണ് ഞായറാഴ്ച ഉച്ചയായിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ ഇരിക്കുന്നത്. അല്ല, എന്ത് കൃഷി? വാഴ കൃഷി ഓടയിലാണ് വാഴ നട്ടേക്കുന്നത്. അല്ല, ഓടയിലായിരുന്നു വാഴയെങ്കിൽ അത് മാറ്റിക്കാം. ഓട പോലും പൂർത്തിയാക്കാനുള്ള പൈസ ഇല്ല, പിന്നെയാണ് വാഴ. അത് നിങ്ങളുടെ ചോദ്യമാണ്, ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അടുത്ത ചോദിക്കാൻ പോണ ചോദ്യത്തിന് ഉത്തരവ്. അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരാളിന് അദ്ദേഹം ചെയ്ത് അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് അറിയില്ലേ? ഞാനെന്തിനാ പറയണത്? അങ്ങനെ ആക്കി പറയുന്നുണ്ടാ? അല്ല, അപ്പൊ അനധികൃതമായിട്ട് കടകൾ അവരാണ് കെട്ടിയെന്നാണ് ആരും പറയുന്നത്. എന്തിനാണ് പറയുന്നത്? അനധികൃതമായ കടകളിൽ നിന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്വം മുതലാളിക്ക്, അത് മുതലാളി വാങ്ങിക്കും. അനധികൃതമായിട്ട് നിർമ്മിച്ച കാര്യങ്ങളോടൊരു കോംപ്രമൈസ് ഇല്ല. ഇനി എന്ത് പറഞ്ഞാലും അവിടെ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ അനധികൃതമായിട്ട് കടകൾ അവരാണ് കെട്ടിയെന്നാണ് ആരും പറയണത്. എന്തിനാണ് പറയുന്നത്? ഞാൻ പറഞ്ഞത്, ഞങ്ങളിന്ന് പൊളിച്ച കടകൾ ഏതെങ്കിലും അനധികൃതമായിട്ട് അല്ല നിയമവിധേയമായിട്ട് കെട്ടിയ ഏതെങ്കിലും കടകളിൽ പൊളിച്ചിട്ടുണ്ടോ? പറയണം. അല്ല, രേഖകൾ കാണിച്ചാൽ മതി. നിയമവിധേയമായിട്ട് നിർമ്മാണം നടത്തിയ ഏതെങ്കിലും കടകളുടെ അടുത്തോട്ടെങ്കിലും ആരും പോയിട്ടുണ്ടോ? അനധികൃതമായിട്ട് നിർമ്മിച്ച കാര്യങ്ങളോടൊരു കോംപ്രമൈസും ഇല്ല. ഇനി എന്ത് പറഞ്ഞാലും അവിടെ ഞാൻ ചോദിക്കട്ടെ, നിയമവിധേയമായിട്ട് ചെയ്ത സ്ഥാപനങ്ങളാണെങ്കിൽ അവിടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്നത് അവർക്ക് തന്നെ അറിയാം. ഞങ്ങൾ ഇന്നലെ പോയി പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മാനസികമായി അവർ അതിന് തയ്യാറായിരുന്നു. കാരണം ഭരണസമിതി ന്യായമായ കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നിയമവിധേയമായിട്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലും ഇടപെടില്ല. ഞങ്ങളുടെ ഭരണസമിതിയുടെ മുൻപിൽ രാഷ്ട്രീയ വിശ്വാസം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു പ്രൊട്ടക്ഷൻ ആവില്ല. അത് നിങ്ങളുടെ ചോദ്യമാണ്, ഞാൻ പറഞ്ഞതിലെല്ലാം ഉണ്ട്. അടുത്ത ചോദിക്കാൻ പോണ ചോദ്യത്തിന് ഉത്തരവ് അതിലുണ്ട്. അല്ല, ഞങ്ങളും ഇങ്ങനെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഓരോന്നായിട്ട് പരിശോധിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ. ഉണ്ട് എന്നാണ് ഞങ്ങൾ കേട്ടിട്ടുള്ളൂ. ഞങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡോക്യുമെൻറ്റ്സ് എടുത്ത്, ഇത് മാത്രമല്ല വേറെ ഡേ ടു ഡേ ആക്ടിവിറ്റി ഇല്ലേ, അപ്പോൾ അതിനോടൊപ്പം കിട്ടുന്ന സമയത്ത് ചെയ്യും. എന്തായാലും ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്യും കാര്യങ്ങൾ, തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യും. കഴിഞ്ഞ കൗൺസിൽ വന്ന അജണ്ടയായിട്ട് വന്നിരുന്നില്ല, അപ്പോൾ അവർ ആക്ഷേപം പറഞ്ഞത് കമലേശ്വരത്ത് ഒരു നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷൻ സെക്രട്ടറിയെ അതിൻ്റെ അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സെക്രട്ടറി വളരെ കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് അക്കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത കൗൺസിൽ തന്നെ അത് പറയാം. ഒരു കൗൺസിൽ പറഞ്ഞ കാര്യം, അന്വേഷണം നടക്കുന്ന കാര്യം കൗൺസിൽ തന്നെ അതിൻ്റെ മറുപടി പറയാം. മറ്റൊരു കാര്യം, ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഈ പലയിടങ്ങളിലെ കൃഷി നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയപരമായിട്ടാണ് പുതിയ ഭരണസമിതി. എന്ത് കൃഷിയാണ് നശിച്ചത്? ഏത് കൃഷിയാണ് നശിച്ചത്? നന്ദങ്കോട് 2-3 പേര് ഇങ്ങനെ പരാതി. അല്ല, എന്ത് കൃഷി? വാഴ കൃഷി. ഓടയിലാണ് വാഴ നട്ടേക്കുന്നത്. അല്ല, ഓടയിലായിരുന്നു വാഴയെങ്കിൽ അത് മാറ്റിക്കാണും. ഓട പോലും പൂർത്തിയാക്കാനുള്ള പൈസ ഇല്ല, പിന്നെയാണ് വാഴ ഓടയിലാണെങ്കിൽ വാഴ ഓടയിലാണെങ്കിൽ ചിലപ്പോ സരീക്ഷയ്ക്ക് ചോദിച്ചിരി ശരി വരെ വേറെ കഴിഞ്ഞില്ലേ? രാഷ്ട്രീയം പലരും പറയുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു ആക്ഷേപം, വലിയ പ്രഖ്യാപനങ്ങൾ വന്ന ബ്ലൂ പ്രിന്റ് ഒക്കെ നടപ്പാക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന BJP ഭരണസമിതി ഇത്രയും 5 മാസം ആകുമ്പോൾ കാര്യമായി ഒന്നും അനങ്ങുന്നില്ലെന്നൊരു ആക്ഷേപം എന്റെ ആക്ഷേപമല്ല, നിങ്ങൾക്ക് എതിർക്കുന്നവർ പറയുന്നത് അങ്ങനെ ഒരു ആക്ഷേപമുണ്ടോ? കാര്യമായിട്ട് അനങ്ങുന്നതുകൊണ്ടാണ് ഞായറാഴ്ച ഉച്ചയായിട്ട് നിങ്ങൾ ഇത്രയും പേരുടെ ഇരിക്കുന്നത്.
ഞായറാഴ്ച ഉറങ്ങുന്ന ഒരു ഭരണസമിതിയാണെന്നുണ്ടെങ്കിൽ ആ ഭരണസമിതി സുഖമായിട്ട് ഉറങ്ങിയത്. നിങ്ങൾ ചിലരൊക്കെ ഇന്ന് ലീവായിട്ടും വന്നത് ഗൗരവമുള്ള വിഷയങ്ങളിൽ ഭരണസമിതി ആഴ്ച പോലും നോക്കാം, സർക്കാർ ഉദ്യോഗസ്ഥ പോലും വന്നിരിക്കുക ഞായറാഴ്ച. നിങ്ങളുടെ മുൻപിൽ 3 മണിക്ക് ഇത് കാര്യം പറയാൻ വേണ്ടി ഇരിക്കണമെങ്കിൽ എത്ര മണിക്ക് വന്നതാണ് ഇവിടെ? രാവിലെ ഒരു 8 മണിക്കെങ്കിലും അവധി ദിവസം ഇതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയാലല്ലേ ഞങ്ങൾ ഏറ്റെടുത്ത വർക്ക് പൂർത്തിയാക്കിയിട്ട്. എത്ര ആരോഗ്യ വിഭാഗത്തിലെ ജീവനക്കാരാണ് യൂണിഫോം ഇട്ടിട്ട് സ്ത്രീകൾ? കൊട്ടാരക്കര എന്നാണ് അവിടുത്തെ HI വന്നത്. അവിടുത്തെ ഹെൽത്ത് ഇൻസ്പെക്ടർ വന്ന് കൊട്ടാരക്കരയിൽ നിന്ന് രാവിലെ ഒരു ലേഡി 7 മണിക്ക് തിരിച്ചിട്ടാണ് രാവിലെ ഇവിടെ വന്നത്. എത്ര പുരുഷന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ് ഇന്നത്തെ ഒരു ദിവസം ഞായറാഴ്ച വ്യക്തിപരമായ ആവശ്യങ്ങൾ മാറ്റിവെച്ച്? അപ്പോൾ ഭരണസമിതി അത്രയും സജീവമായി ഇടപെടുന്നതുകൊണ്ടും ചലിക്കുന്നത് കൊണ്ടും ജീവനക്കാർ അത്രത്തോളം സഹകരിക്കുന്നത് കൊണ്ടുമാണ് ഞായറാഴ്ച പോലും ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇടപെടാൻ പറ്റുന്നത്. ഈ പുതിയ സർക്കാരുമായിട്ട് എങ്ങനെയാണ്? ഒരു നല്ല ലൈസനാണ്. മുൻ സർക്കാരുമായിട്ടും വളരെ നല്ല ബന്ധമായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരുമായിട്ട് വളരെ നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്. ആഗ്രഹിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഞങ്ങൾ പോയി കണ്ടിരുന്നു. കണ്ട സമയത്ത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഞങ്ങളും വളരെ ക്രിയാത്മകമായിട്ടുള്ള പിന്തുണ ഗവൺമെൻറ് നൽകുകയും വികസനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും ചോദിച്ചിരുന്നു. അതിനുശേഷം 2 മന്ത്രിമാരെ കണ്ടു. നമ്മുടെ തിരുവനന്തപുരത്തുള്ള 2 മന്ത്രിമാർ, ശ്രീ K മുരളീധരനെയും ശ്രീ CP ജോണിനെയും. ഈ 2 വിഭാഗവും കോർപ്പറേഷനുമായിട്ട് സഹകരിച്ച് പോകേണ്ടത്. CP ജോൺ, അതും കൂടെ പറയാം, ഒരു ആദ്യഘട്ടം സംസാരിച്ചു. KSRTC ആണല്ലോ കോർപ്പറേഷനുമായിട്ട്, നമ്മുടെ 115 ബസ്സും കൂടെ അവിടെ ഓടുകയാണല്ലോ, സംസാരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ, ബഹുമാനപ്പെട്ട മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ അടുത്ത ദിവസം വീണ്ടും KSRTC ഉദ്യോഗസ്ഥരുമായിട്ട് ഞങ്ങൾ ചർച്ച നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഘട്ടം നടത്തിയ ചർച്ചകളുടെ തുടർച്ചയായിട്ട് അതിൽ ഇലക്ട്രിക് ബസ്സുകൾ നഗരത്തിൽ ഓടുന്നതിൻ്റെ വിവിധ വശങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ സംസാരിച്ചിരുന്നു. പിന്നെ മറ്റൊരു കാര്യം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്, ഇന്നലെ ഞാനും അനുഭവസ്ഥനാണ്, നിങ്ങളൊക്കെ പല ദിവസവും അനുഭവിച്ചു കാണും. വൈകുന്നേരം ഒരു 6 മണിയായി കഴിഞ്ഞാൽ ഈ നമ്മുടെ സിറ്റിയിലെ പല ഭാഗങ്ങളിലും ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും കേരളത്തിൽ തന്നെ മലബാർ മേഖലയിലേക്കും പാലക്കാടൊക്കെ പോകുന്ന ബസ് വരും, മൾട്ടി ആക്സിൽ ബസ്സുകളൊക്കെയാണ്. ഈ ബസ്സുകൾ കൊണ്ടുവന്ന് യാത്രക്കാരെ കയറ്റുന്നത് കൊണ്ട് തന്നെ വളരെ വലിയൊരു സമയം ബ്ലോക്ക് ആവാറുണ്ട് റോഡ്, പ്രത്യേകിച്ച് തമ്പാനൂർ, അരിസ്റ്റോ അവിടെയൊക്കെ. ഈ ബസ്സുകളെയൊക്കെ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. മുൻപ് മനോരമ പത്രം നടത്തിയൊരു ചർച്ചയിൽ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ ഞങ്ങൾ ഇരുന്നൊരു ചർച്ചയിൽ വന്നത്, ഒന്നിൽ ഈഞ്ചക്കലേക്ക് മാറ്റണം. ഈഞ്ചക്കൽ ഇപ്പോൾ ഒരു ഗ്രൗണ്ട് ഉണ്ടല്ലോ, ഈ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുന്ന ബസ്സുകൾ അവിടെ ഇട്ടിട്ട് ആൾക്കാർ അവിടെ വന്ന് കയറണം. ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിയെ ഇന്ന് ഒരു ചടങ്ങിൽ വെച്ച് കണ്ടപ്പോൾ സംസാരിച്ചത് വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അതിൽ പ്രതികരിച്ചത്. അപ്പോൾ വരാൻ പോകുന്ന ദിവസങ്ങൾ ഞങ്ങൾ ഇരിക്കുമ്പോഴേക്കും അക്കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും. അദ്ദേഹം 1-2 ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ KSRTC ആയിട്ട് വീണ്ടും ചർച്ചകൾ നടത്തും. തിങ്കളാഴ്ച തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ ശ്രീ സണ്ണി ജോസഫ്, അദ്ദേഹത്തെ കാണുന്നുണ്ട്. പിന്നെ ജലസേചന വകുപ്പ് മന്ത്രിയെ വിളിച്ചിട്ടുണ്ട്. അത് തിങ്കളാഴ്ച വൈകുന്നേരം 6 മണി അടുപ്പിച്ച് അദ്ദേഹത്തെ കാണും. 3 മന്ത്രിമാരെ തിങ്കളാഴ്ച കാണുന്നുണ്ട്. അപ്പോൾ കോർപ്പറേഷനുമായിട്ട് സഹകരിക്കേണ്ട വകുപ്പുകളിലെ മന്ത്രിമാരുമായിട്ട് എത്രയും ചുരുങ്ങിയ ദിവസം കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കും. ഈ കടകൾ പൊളിച്ച് മാറ്റിയല്ലോ, ഈ തൊഴിലാളികൾക്ക് മുന്നോട്ട് പോകണ്ടേ? ഒരു ബദൽ സംവിധാനം മുന്നിൽ കണ്ടിട്ടുണ്ട്. അനധികൃതമായ കടകളിൽ നിന്ന തൊഴിലാളികളുടെ ഉത്തരവാദിത്വം ആ മുതലാളിക്ക് തന്നെയാണ്. ആ മുതലാളി വാങ്ങിക്കോളൂ. നിർമ്മിച്ച് നൽകിയ ഈ കെട്ടിടം ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. എന്തേ? നിർമ്മിച്ച് നൽകിയ കോർപ്പറേഷന്റെ ഭാഗത്ത് നിർമ്മിച്ച് നൽകിയ കെട്ടിടങ്ങൾ ഉപയോഗിക്കാൻ, ആ കെട്ടിടങ്ങൾ ഉപയോഗിക്കേണ്ടവരിയ്ക്കുന്നത് റോഡിലാണ്. അവരല്ല, അവരുടെ പ്രശ്നമല്ല താങ്കൾ ചോദിച്ചത്. അതായത് സന്നിറ്റ, ആ കടകൾ ഉപയോഗിക്കേണ്ട ഈ മത്സ്യ കച്ചവടം നടത്തുന്ന വീട്ടമ്മമാർ, സ്ത്രീകളൊക്കെ ഉണ്ടല്ലോ, അതുപോലെ അങ്ങനെയുള്ള ചെറുകിട കച്ചവടം നടത്തുന്നവരാണ്. അവർക്കാണ് മുകളിലേക്ക് കയറാൻ പറ്റാത്തത്. അവരുടെ ഒരു ഉപകരണങ്ങൾക്കും തടസ്സപ്പെടുത്തിയിട്ടില്ല. അവരുടെ പ്രശ്നം അഡ്രസ്സ് ചെയ്തതിന് ശേഷം മാത്രമേ അവരവിടെ നിന്ന് മാറാൻ പറയുള്ളൂ. ഇപ്പോൾ ചെയ്തത് വൻകിട കടകൾ നിർമ്മിച്ച് അവിടെ അനധികൃതമായ നിർമ്മാണം നടത്തിയവർക്കാണ് നടപടി. അവരുടെ തൊഴിലാളികളുടെ കാര്യം അവർ നോക്കും. അതായത് ഇവരൊക്കെ തന്നെ പരമ്പരാഗതമായിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നവരാണ്. അവർക്ക് മുൻ ഭരണസമിതിയിൽ സ്മാർട്ട് സിറ്റിയെ കൂടെ ചേർന്നിട്ട് കടമുറികൾ നിർമ്മിച്ചു കൊടുത്തു. ആ കടമുറികളിൽ നിന്ന് അവർക്ക് ബിസിനസ് നടത്താൻ പറ്റുന്നില്ല. ഇതാണ് അവരുടെ പ്രശ്നം. കാരണം അങ്ങോട്ട് കസ്റ്റമേഴ്സ് ചെല്ലുന്നില്ല. അവർക്ക് കയറാൻ വേണ്ടിയിട്ട് സ്റ്റെയർ കേസോടെ കയറാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ പ്രശ്നം. മാത്രമല്ല അവിടെ എയറേഷൻ ഇല്ല. അത് വസ്തുതയാണ്. എയർ സർക്കുലേഷൻ ഞങ്ങളെല്ലാം ഇന്നലെ പോയി. നിങ്ങൾ പോയാലും നിൽക്കാൻ പറ്റില്ല. ഇന്നലെ പോയ മാധ്യമപ്രവർത്തകർക്ക് തന്നെ അറിയാം. അപ്പോൾ അതൊരു ഇഷ്യൂ ആണ്, റിയാലിറ്റിയാണ്. ആ റിയാലിറ്റി നമ്മൾ അഡ്രസ്സ് ചെയ്യണം. അല്ല, അത് ഞാൻ അവരോട് പറയണ്ടല്ലോ, പറയേണ്ട ഉദ്യോഗസ്ഥരല്ലേ. അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ള ഒരാളിന്
അദ്ദേഹം ചെയ്ത് അവർ ചെയ്ത് തെറ്റാണെന്ന് അവർക്ക് അറിയില്ലേ? ഞാനെന്തിനാ പറയണത്? അങ്ങനെ ആക്ടി പറയുന്നുണ്ടാ? അല്ല, അനധികൃത നിർമ്മാണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുവാനുള്ള നിയമപരമായിട്ടുള്ള ഉത്തരവാദിത്തം കോർപ്പറേഷനുണ്ട്. അത് ചെയ്യാതിരിക്കുന്നതാണ് നിയമലംഘനം. അതുകൊണ്ട് ഞങ്ങൾ ആ ഉത്തരവാദിത്തമാണ് ചെയ്തത്. ഇത് വ്യക്തിപരമായ കാര്യമല്ലല്ലോ. അതിന്റെ ഉത്തരം ഞാൻ ആദ്യം പറഞ്ഞു. ലഭ്യമായ ഇന്ന് ഞായറാഴ്ച ഇന്നലെ വൈകുന്നേരവുമായി ലഭ്യമായ രേഖകൾ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യം വന്ന കാര്യങ്ങളാണ് ഇന്ന് ഉച്ചവരെ ചെയ്തിട്ടുള്ളത്. ഇത് തുടരും. അവിടെ മാത്രമല്ല, തിരുവനന്തപുരം സിറ്റിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ പരിശോധിച്ച് ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർക്കും ഭരണസമിതിക്കും ബോധ്യപ്പെടുന്ന എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉൾപ്പെടെ ഇപ്പോൾ മരാമത്ത് ചെയർപേഴ്സൺ ഉണ്ടല്ലോ, അവരൊക്കെ ഞായറാഴ്ച വന്നിരിക്കുന്നതിന് ഇത് പരിശോധിച്ച് ബോധ്യപ്പെടാനാണ്. ബോധ്യപ്പെടുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇനിയും തുടരും. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന പ്രോസസ് അല്ലല്ലോ. സ്വാഭാവികമായിട്ട് വർക്ക് ആവശ്യപ്പെടാണെങ്കിൽ സാഹചര്യം അനുസരിച്ച് വരുമല്ലോ. അവർക്ക് സന്തോഷമാണ്. ഈ അനധികൃത നിർമ്മാണം കൊണ്ടൊക്കെ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്കാണ്. അവർക്ക് അങ്ങനെ ഒരു അവസരം ഇതിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പ്രതികരിക്കാൻ കിട്ടിയപ്പോഴേക്കും അവർ വളരെ സന്തോഷത്തോടെയല്ലേ ചെയ്തു. ഞങ്ങളൊരു 4 മണിയാവുമെന്നാണ് വിചാരിച്ചത്. അവർ 2 മണിക്കൂർ കൊണ്ട് എല്ലാം തീർത്തു. സമീപത്തെ സ്വകാര്യ ആശുപത്രിയുടെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടത്തേക്ക് മാറ്റുന്നതുണ്ട്. അത് കോർപ്പറേഷൻ എവിടത്തെ ഈ പാളയം മാർക്കറ്റിന്റെ തന്നെ സമീപത്തുള്ള സ്വകാര്യ ആശുപത്രിയുടെ എമർജൻസി എക്സിറ്റ് അങ്ങോട്ടത്തേക്ക് മാറ്റി പണിയുന്നുണ്ട്. അങ്ങോട്ടത്തേക്കല്ല, അവിടെ എൻട്രൻസ് ആയിട്ട് വരുന്നുണ്ടല്ലോ. അത് അങ്ങ് പറഞ്ഞപ്പോഴാണ് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. സെക്രട്ടറിയുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല, ഡെപ്യൂട്ടി മേയറുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ആശുപത്രിക്ക് അങ്ങനെ ഒരു ഗേറ്റ് പുതുതായിട്ട് പണിയണമെങ്കിൽ നമ്മുടെ അനുമതി വേണ്ടതാണോ? അല്ല, പുതിയ നിർമ്മാണം നടത്തണമെങ്കിൽ അനുമതി വേണമെന്നുള്ളത് നിയമമാണ്. ഇനി ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി വരികയോ അങ്ങനെ അവിടുത്തെ ഉദ്യോഗസ്ഥർ ശ്രദ്ധയിൽപ്പെടുകയാണ് കാര്യം പരിശോധിക്കും. ഓക്കെ, ഇനി ഒന്നും എല്ലാം ഇപ്പോൾ പറഞ്ഞാലേ നാളെ ഒന്നുമില്ലാതെ. ഓക്കെ, റെഡി.